എല്ലാവർക്കും നമസ്കാരം. 2025 ജെഇ മെയിൻ ഫേസ് 1 എക്സാംസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് കുട്ടികൾ ബ്രില്യന്റ് പോയി എക്സാം എഴുതാൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ജെഇ മെയിൻസ് നമുക്കറിയാം ഒരു ദിവസം തന്നെ 2 സെക്ഷനായിട്ടാണ് എക്സാംസ് നടക്കുന്നത്. 9 തൊട്ട് 12 വരെ ആദ്യത്തെ ഷിഫ്റ്റും 3 തൊട്ട് 6 വരെ രണ്ടാമത്തെ ഷിഫ്റ്റുമാണ് എക്സാംസ് നടക്കുന്നത്. എക്സാംസിനായിട്ട് ഒരുപാട് പിള്ളേർ പോകുന്നതിനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ബ്രില്യന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ തന്നെ ബസ് ഫെസിലിറ്റീസ് ആണെങ്കിലും അല്ലേ, അവൈലബിൾ ഉണ്ട്. 2 ഷിഫ്റ്റിനുള്ള കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ 9 മണിക്കുള്ള ഷിഫ്റ്റിനുള്ള പിള്ളേർക്കും വൈകിട്ട് 3 തൊട്ട് 6 വരെയുള്ള ഷിഫ്റ്റിനുള്ള പിള്ളേർക്കുമുള്ള സെപ്പറേറ്റ് യാത്രാ സൗകര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെയാണ് പോകുന്നത്. അതിനുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് അക്ഷയ്, ഞാൻ കോഴിക്കോട് നിന്നാണ് വന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? എക്സാം ഓവറോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുറേ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അത്യാവശ്യം നല്ല എളുപ്പമാണ്. മാത്സ് കുറച്ചൊക്കെ ശ്രമിക്കണം, പക്ഷെ കിട്ടും. ലെങ്തി ആയിരുന്നോ ക്വസ്റ്റ്യൻസ്? കുറച്ച് അധികമല്ല, ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ ബ്രില്യന്റ് നമ്മുടെ എക്സാംസ് ഒക്കെ ബെനിഫിഷ്യൽ ആയിരുന്നു ഈ എക്സാം? ഓ അതെ, വളരെയധികം. കുറേ എക്സാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓ ഉണ്ട്, നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാറ്റേൺ ഏകദേശം അതുപോലെ തന്നെയാണോ വന്നിട്ടിരുന്നത്? എക്സാംസ് കുറേ വന്നിട്ടുണ്ട്. എൻ്റെ പേര് സൗരവ്, ഞാൻ കണ്ണൂരിലാണ്. ബ്രില്യൻ്റിൽ നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇന്നത്തെ എക്സാം കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി അത്യാവശ്യം കുറച്ചും കൂടി എളുപ്പമായി. മാത്സ് പിന്നെ കുറച്ച് എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. മാത്സ് പാടായിരുന്നു എന്നാണോ അതോ എളുപ്പമുള്ള ചോദ്യം നല്ലതായിരുന്നു, മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. ഈ ഫുള്ള് ടോപ്പിക് കവറപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഒരു ലാഗ് വന്നതും അങ്ങനത്തെ ഒരു മിസ്റ്റേക്സ് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ മോഡൽ കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ലെങ്തി ആണ്. ഒരുപാട് മോക്ക് ടെസ്റ്റിലൊക്കെ കണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഫിസിക്സ് കെമിസ്ട്രി അത്യാവശ്യം നല്ല രീതിയിൽ എളുപ്പമായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി ഒരുപാട് ബ്രില്യൻ്റ് തന്ന മോക്ക് ടെസ്റ്റിനുണ്ടായ കുറേ ക്വസ്റ്റ്യൻ്റെ ഏകദേശം സെയിം പാറ്റേണിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ എക്സാം? ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുന്നതായിരുന്നു. ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ്. മാത്സ് കുറച്ച് ടഫായിരുന്നു. മേ ബി ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. പിന്നെ പറ്റാത്ത ടൈപ്പും ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ ക്വസ്റ്റ്യൻസ് ലെങ്തി ആയിരുന്നോ അതോ പെട്ടെന്ന് കിട്ടുന്ന പോലെ ടൈപ്പും ഉണ്ടായിരുന്നു? ലെങ്തി ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, സിമ്പിൾ ടൈപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ കിട്ടുന്നതും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ന്യൂമറിക്കൽ ടൈപ്പ് കൂടാതെ തന്നെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിലുണ്ടായിരുന്നു, കൂടുതലും കെമിസ്ട്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ മാത്സിലുണ്ടായിരുന്നില്ല, മാത്സിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു. ഫിസിക്സിലൊരു 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ സർക്യൂട്ട് അനാലിസിസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു. എങ്ങനെ സെക്കൻഡ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ ആണോ കൂടുതൽ ടോപ്പിക്സ് ഉള്ള പോലെ തോന്നിയത്? ടോപ്പിക്സ് കറണ്ട്, ഫിസിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കറണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. മാത്സിൽ ഫസ്റ്റ് ഇയർ ആയിരുന്നു കൂടുതലും ഫസ്റ്റ് ഇയറിലായിരുന്നു. കെമിസ്ട്രി ഓർഗാനിക് കുറച്ച് വളഞ്ഞുണ്ടെങ്കിലും ചോദിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഉള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി അത്യാവശ്യം നല്ലതായിരുന്നു. ഫിസിക്സ് എനിക്ക് കുറച്ച് പാടായിരുന്നു. ബാക്കി ഫിസിക്സിൽ തിയറി ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സിമ്പിളായിരുന്നു. പറഞ്ഞ പേരെന്താ? ജസ്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? എക്സാം കുറച്ച് പാടായിരുന്നു. ഏതാ കൂടുതൽ പാടായിട്ട് വന്നത്? ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ? ഫിസിക്സും കെമിസ്ട്രി ഇപ്പോൾ നമ്മൾ നോക്കുന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. മാത്സ് ടച്ച് വിട്ടുപോയി. പക്ഷേ എനിക്ക് ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ചെയ്യാവുന്ന തന്നെയായിരുന്നു. ഇക്വേഷനൊക്കെ മറന്നു. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരുന്നു? NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതോ കുറച്ചുകൂടി കൂടിയതായിരുന്നു? അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിന് ലെങ്തി ആയിരുന്നു അതോ? ലെങ്തി ആയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട്, പക്ഷേ പെട്ടെന്ന് കിട്ടുന്നതൊക്കെ അത്യാവശ്യം ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി അത്യാവശ്യം എളുപ്പമായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നോ അതോ പെട്ടെന്നൊക്കെ കിട്ടുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? കെമിസ്ട്രി അത്യാവശ്യം NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫിസിക്സും ന്യൂമറിക്കൽസ് കുറച്ചുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു മോളെ എക്സാം?
ഞാൻ മാത്സ് വലുതായിട്ട് അറ്റൻഡ് ചെയ്തില്ല. ഫിസിക്സ് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ബ്രില്യൻറ്റിലെ മോഡൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. കുറച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിലും അറ്റൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കുഴപ്പമില്ലായിരുന്നു ഓവറോൾ. പേരെന്താ? പേര് അനീന. അനയില. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. ഇത് ലെങ്തി ആയിരുന്നു. Lengthy ആയിരുന്നു. ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിസിക്സ് കെമിസ്ട്രി ഏതായിരുന്നു ഏറ്റവും എളുപ്പം തോന്നിയത്? കെമിസ്ട്രി ഇത്തിരി ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. NCERT ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണോ ചോദിച്ചതോ? മോഡൽ എക്സാമിന് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണോ വന്നത് കൂടുതൽ? ഓക്കെ, താങ്ക് യു. പേരെന്താ മോളെ? ലക്ഷ്മിപ്രിയ. ലക്ഷ്മി പ്രിയ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ലെങ്തി ആയിരുന്നു. ഫിസിക്സ് അത്യാവശ്യം ഡയറക്റ്റ് ഫോമുല ഒന്നും വെച്ച് ചെയ്യുന്നതല്ല, അത്യാവശ്യം നല്ല ലെങ്തി ആയിരുന്നു. കെമിസ്ട്രി മോഡറേറ്റ് ആയിരുന്നു. മാത്സ് പിന്നെ നീറ്റ് ആയിരുന്നു ചെയ്തത്. ഓക്കെ. അല്ല, കൂടുതലും ഏതാണ് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയതാ? കെമിസ്ട്രി. കെമിസ്ട്രിയാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. കണ്ടുപരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. എന്താ മോളെ പേര്? അനീറ്റ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ ഏതാണ് ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റിയത്? കെമിസ്ട്രി കെമിസ്ട്രിയാണ് എഴുതാൻ പറ്റിയത്. കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം ബ്രില്യൻ്റിലെ മെറ്റീരിയലുകളുടെ മോഡലിൽ വന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അതെ, ഈസി ആയിരുന്നു, വലിയ പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. പേര് മരിയ. എക്സാം കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? കെമിസ്ട്രിയാണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. ഫിസിക്സും കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് മോഡലിന് എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ രണ്ടും നമുക്ക് കണ്ടു. അപ്പോൾ ഇവിടുത്തെ മോഡൽസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയോ? അതേ പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, എന്നാലും കാണാൻ പറ്റി. അതുകൊണ്ട് അതൊക്കെ വൃത്തിക്ക്. Brilliant Study Center, India's #1 coaching center for NEET and JEE.